ഇതുപോലുള്ള മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ കേരള പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു എൻ സുബ്രഹ്മണ്യനെ ഇപ്പൊ കോൺഗ്രസിന് അകത്തും സ്റ്റാറാക്കി പുറത്തും സ്റ്റാറാക്കി. ഇനി അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് നിയമസഭയിലേക്ക് ഒരു സീറ്റ് ഉറപ്പിച്ചു. എത്ര കോടികൾ മുടക്കി PR വർക്ക് ചെയ്താലും കിട്ടാത്തത്ര ഒരു പബ്ലിസിറ്റിയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എൻ സുബ്രഹ്മണ്യൻ അവിടെ കോഴിക്കോട് കിട്ടിയില്ലേ? രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് സ്റ്റാറായി മാറിയത്? ഇത് കൃത്യമായിട്ടൊരു PR ഏജൻസി ഇതിന്റെ പിന്നിലുണ്ട്. എൻ സുബ്രഹ്മണ്യന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഏതോ ഒരു PR ഏജൻസി ഒരുക്കിയ ഒരു കെണി. ആ കെണിയിൽ വന്ന് ആര് കൊത്തി? കേരള പോലീസ് കൊത്തി. നമസ്കാരം. എൻ സുബ്രഹ്മണ്യന്റെ അറസ്റ്റാണ് ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള പ്രധാന വാർത്ത. ഇപ്പോൾ അറിയുന്നു അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ സുബ്രഹ്മണ്യനെ കേരള പോലീസ് ഒരു സ്റ്റാർ ആക്കിയെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്താ സംശയമുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ കേരള പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് കോൺഗ്രസിൽ തന്നെ അത്ര പ്രസക്തനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യമാണ്, അതിന് മുമ്പിലത്തെ പ്രാവശ്യമാണ് നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് സീറ്റ് നൽകിയ സമയത്തൊക്കെ വളരെ വലിയ വിവാദങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു എൻ സുബ്രഹ്മണ്യനെ ഇപ്പൊ കോൺഗ്രസിന് അകത്തും സ്റ്റാറാക്കി പുറത്തും സ്റ്റാറാക്കി. ഇനി അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് നിയമസഭയിലേക്ക് ഒരു സീറ്റ് ഉറപ്പിച്ചു. ഒരു സംശയം വേണ്ട. കാരണം കേരള പോലീസിന് എൻ സുബ്രഹ്മണ്യൻ ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എൻ സുബ്രഹ്മണ്യൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ രാവിലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ CIയുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ DGPയുടെ ഫോട്ടോ, പിന്നെ വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും കൂടെ എടുത്തു വെച്ചിട്ട് അവിടെ പൂജ കൂടി ചെയ്യേണ്ട സാധ്യത. എത്ര കോടികൾ മുടക്കി PR വർക്ക് ചെയ്താലും കിട്ടാത്തത്ര ഒരു പബ്ലിസിറ്റിയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എൻ സുബ്രഹ്മണ്യൻ അവിടെ കോഴിക്കോട് കിട്ടിയില്ലേ? ഈ എൻ സുബ്രഹ്മണ്യനെ സ്റ്റേഷനിലേക്ക് ഇറക്കാൻ വേണ്ടി ചെന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫേസ് കണ്ടായിരുന്നോ? അവര് കെട്ടുന്നങ്ങോട്ട് വലിയ വലിയ ഡയലോഗുകളൊക്കെ വിടുന്നുണ്ടെങ്കിലും ഇവനിനി വീണ്ടും ആളാകുമല്ലോ എന്നൊക്കെയുള്ള ഒരു വെപ്രാണ് അവരുടെ എല്ലാ ഫേസിലുണ്ട്. ഈ പ്രവീൺ കുമാറിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫേസ് നമ്മൾ റീഡ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് പിടി കിട്ടും. ഇവനിങ്ങനെ താരമായി പോയല്ലോ, എങ്കിൽ ഇനിയിപ്പോ എല്ലാ കോൺഗ്രസ്സുകാരും ചെയ്യാൻ പോകുന്ന കാര്യം ധരിക്കുന്നു. അടുത്ത ഫോട്ടോ ഇടും. മുഖ്യമന്ത്രിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിപ്പിടിച്ചിരിക്കുന്ന AI ഫോട്ടോ ഉണ്ടാക്കും. അതല്ലെങ്കിൽ മറ്റേ ഗോവർദ്ധനമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ AI ഉണ്ടാകും. കാരണം അറസ്റ്റ് ഉണ്ടാവും. അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ എല്ലാ പത്രമാധ്യമങ്ങളും ഓടിയെത്തുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറുന്നു, പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. പിന്നെ വേറെ എന്താണെന്ന് ആവശ്യമുള്ളത്? AI ഒരു ഫോട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പയ്യന് ഒരു 1000 രൂപ കൊടുത്താൽ പോലെ മാക്സിമം ആണത്. ഒരു 1000 രൂപ കൊടുത്തിരിക്കുന്ന സ്വന്തം ഫോണാണെങ്കിൽ മതി. ഒരു 1000 രൂപ എടുത്തൊരു ഫോൺ ഉണ്ടാക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു, ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കേസും വരുന്നു. കേസ് ഇപ്പൊ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്കൊക്കെ അവലംബിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ CI ആയിട്ട് ഒരു ചെറിയ കണക്ഷൻ വെച്ചാൽ മതി. ഒരു 10,000-10,000 കൊടുത്തതിന് ശേഷം സാർ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് തരണേ, കാരണം എനിക്കൊന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് എൻ്റെ നേതാക്കന്മാരൊക്കെ വന്ന് സ്റ്റേഷനിലേക്ക്. പക്ഷേ ഇനി അധികം നേതാക്കന്മാർ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് സാധ്യതകളില്ല, കൂടുതൽ അറസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവും ഇത് തങ്ങളെ വെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇന്നിപ്പോൾ എൻ സുബ്രഹ്മണ്യൻ കേരളത്തിൽ ആരായി? കോൺഗ്രസ്സുകാരുടെ ഹീറോ ആയിട്ട് മാറിയില്ലേ? എല്ലാവർക്കും അറിയപ്പെടുന്ന നിസ്സാര കാര്യമാണ്. കാരണം ആരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു എൻ സുബ്രഹ്മണ്യൻ ഇന്ന് കേരളത്തിന്റെ താരമാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മെഴുകിയിട്ട് പോകുന്ന ഒരു കക്ഷിയാണ് ഈ എൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. കാരണം അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇപ്പൊ ചാനൽ ചർച്ചയിൽ കാണാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന് എന്ത് പറഞ്ഞാലും അതൊക്കെ ട്രോളായിട്ട് മാറുമായിരുന്നു. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന സുബ്രഹ്മണ്യൻ എന്ത് പറഞ്ഞാലും അതൊരു ട്രോളായിട്ട് മാറുന്നൊരു ഒരു സമയമുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞുപോയി. ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് സ്റ്റാറായി മാറിയത്? ചാനൽ ചർച്ചയിലൂടെയൊക്കെയാണ്. അതിനുശേഷം പിന്നീട് സൂപ്പർ സ്റ്റാർ ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? മുഖ്യമന്ത്രിയായതൊന്നുമല്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതോ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ 6 മണിക്ക് അറസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. പോലീസ് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ നിറമിഴികളോടെ വന്ന് മാധ്യമങ്ങളെ കാണുന്ന ഒരു രംഗമുണ്ട്. അവിടെ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശരിക്കുള്ള തേരോട്ടം ആരംഭിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാവണ്ടേ? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു എൻ സുബ്രഹ്മണ്യൻ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടുകാർക്ക് പോലും മറന്നിരിക്കുന്ന ആളാണ്. ഇപ്പൊ അവിടെ KC അബൂനൊക്കെ കണ്ടു, മറ്റേ മുൻ DCC പ്രസിഡന്റ്. പുള്ളിയൊക്കെ ആലോചിക്കുന്നത് എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല. പണ്ട് ദാസന വിജയന്റെ അത് പറയുന്നില്ലേ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തതെന്ന് എന്ന് പറഞ്ഞതുപോലെ പുള്ളിക്ക് ആലോചിക്കുകയാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഈ ബുദ്ധി തോന്നാത്തത്. കാരണം ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും മാധ്യമങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇതേമാതിരത്തെ ഒരു ബുദ്ധി ഇന്നത്തെ വാർത്താ താരമായിട്ട് മാറിയില്ലേ? കാരണം ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ എല്ലായിടത്തും നടക്കണം. അപ്പൊ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന വാർത്ത എന്താണ്? എവിടെയെങ്കിലുമൊക്കെ കാലുമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ കാലുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ കൂറുമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൂറുമാറ്റം, അതല്ലെങ്കിൽ
അതല്ലെങ്കിൽ BJP കോൺഗ്രസ് ബന്ധം, അല്ലെങ്കിൽ BJP CPM ബന്ധം, അതല്ലെങ്കിൽ SDPI കോൺഗ്രസ് ബന്ധം, ഇതൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു ട്വിസ്റ്റ് കയറി വരുന്നത്. എൻ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ പലരും ഇങ്ങനെ നോക്കുകയാണ് ടി വിക്കകത്തൊക്കെ ഇരുന്ന്. ഈ ഒരു ചായക്കടയിലൊക്കെ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന ചായക്കടയിൽ ഇതാര് എൻ സുബ്രഹ്മണ്യൻ ആരാ, എൻ സുബ്രഹ്മണ്യൻ ആരാ. അപ്പൊ പലരും ഇന്ന് മൊബൈലിലേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യും എൻ സുബ്രഹ്മണ്യൻ. അപ്പോഴാണ് പറയുന്നത് KPCC ഒരു ഭാരവാഹിയൊക്കെയാണ്. ഏതൊക്കെയും കേരള പോലീസിനോട് എത്രത്തോളം കടപ്പാട് എൻ സുബ്രഹ്മണ്യൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന് എൻ സുബ്രഹ്മണ്യൻ ഇന്ന് മിക്കവാറും ഇപ്പം ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹം രൂപമെടുത്ത് എല്ലാവരുടെ ഫോട്ടോ എടുത്ത് മറ്റേ ഈ അദ്ദേഹത്തിന്റെ പൂജാമുറിയുടെ താഴെ വെക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ ചെയ്യും, മധുര പലഹാര വിതരണം കൂടി നടത്തും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, കാരണം ഇത്രയും ഒരു ഫെയിം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണോ ഇതിനുള്ളൊരു ഫെയിം? ഇല്ലല്ലോ. പക്ഷെ അത് എൻ സുബ്രഹ്മണ്യൻ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ വാർത്ത കൊണ്ട്, അതായത് ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഫേമസ് ആയിട്ട് മാറിയില്ലേ? കാരണം എൻ സുബ്രഹ്മണ്യനൊന്നും നേരിട്ട് ഒരു ഫോട്ടോഷോപ്പ് ഒക്കെ ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഇതേ രീതിയിലൊക്കെ എഴുതിയിടാനായിട്ട് ശേഷിയുള്ള ഒരാളാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് കൃത്യമായിട്ടൊരു PR ഏജൻസി ഇതിന്റെ പിന്നിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിന് ഇനിയെങ്കിലും ഒരു കുറച്ചൊക്കെ ഒരു സാമാന്യ ഒരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ സുബ്രഹ്മണ്യനെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടത്. എൻ സുബ്രഹ്മണ്യന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരാണോ കൈകാര്യം ചെയ്യുന്നത് ആ PR ഏജൻസിയാണ് നോക്കേണ്ടത്. അപ്പൊ ശരിക്കും എൻ സുബ്രഹ്മണ്യനെ ഇരയാക്കിയിട്ട് കേരള പോലീസിനെ വഴിതെറ്റിച്ചതാണെന്ന് തോന്നുന്നു. 100% എന്താ സംശയമുള്ളത്? എൻ സുബ്രഹ്മണ്യന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഏതോ ഒരു PR ഏജൻസി ഒരുക്കിയ ഒരു കെണി, ആ കെണിയിൽ വന്ന് ആര് കൊത്തി? കേരള പോലീസ് കൊത്തി. അങ്ങനെയാണ് എൻ സുബ്രഹ്മണ്യൻ അറസ്റ്റിലാവുന്നത്. അതല്ലാതെ എൻ സുബ്രഹ്മണ്യനെ ഇന്നവരെ ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഷയത്തിൽ പോസ്റ്റ് ഇട്ട് കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം AICS മുസ്ലിം ലീഗിന്റെ തന്തയ്ക്ക് വിളിച്ചവരെയായി പോയി. മുസ്ലിം ലീഗിന്റെ തന്തയ്ക്ക് വിളിച്ചതല്ല, മുസ്ലിം ലീഗിന്റെ MM-മണിയുടെ തന്തയ്ക്കാണ് വിളിച്ചത്. MM-മണിയുടെ തന്തയ്ക്ക് വിളിച്ച്. അത് കൂടാണ്ട് തന്നെ AICS മുസ്ലിം ലീഗിന്റെ നെഞ്ചത്തേക്ക് കയറുന്നുണ്ടില്ലായിരുന്നു. മുസ്ലിം ലീഗിനോട് എന്താ പറഞ്ഞത്? 4, 3, 7 പേര് മാത്രമാണ് കൊല്ലത്ത് മുസ്ലിം ലീഗിനുള്ളത് എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു ധൈര്യം അത് എവിടുന്നാ വരുന്നത്? PR ഏജൻസികൾ കൊടുക്കുന്നതാണ്. അതായത് AICSനെയും എൻ സുബ്രഹ്മണ്യനെയും ഇപ്പോൾ പ്രൊജക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് PR ഏജൻസികളാണ്. കാരണം AICS അടുത്ത പ്രാവശ്യം ഇരവിപുരത്തും, എൻ സുബ്രഹ്മണ്യൻ ഏതോ ഒരു സീറ്റ് കോഴിക്കോട്, തോറ്റാലും വേണ്ടില്ല ജയിച്ചാലും വേണ്ടില്ല ഏതെങ്കിലും ഒരു സീറ്റ്. കാരണം ഇപ്പോൾ ഹീറോയാണ് അദ്ദേഹം, കോൺഗ്രസ്സുകാർക്ക് ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ എൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ സുബ്രഹ്മണ്യനെതിരെ എല്ലാ കേസെടുക്കേണ്ടത് എൻ സുബ്രഹ്മണ്യനെ കൊണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യിപ്പിച്ച PR ഏജൻസിയാണ് പൊക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ പുറകെ ഞങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ടാവും. സത്യം. കാരണം ആ PR ഏജൻസിയാണ് ഇതേപോലെ മാധ്യമങ്ങളെയൊക്കെ രാവിലെ 6 മണിക്ക് തന്നെ കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നത്. ഒരു PR ഏജൻസിക്ക് മാത്രമല്ലേ സാധിക്കത്തുള്ളൂ. അതുതന്നെ അവിടുത്തെ DCC പ്രസിഡന്റ് വിചാരിച്ച് നടക്കുമോ? അല്ലെങ്കിൽ അവിടുത്തെ DCC പ്രസിഡന്റ് വിചാരിച്ച DCC ഓഫീസിലേക്ക് വേണമെങ്കിൽ 3-4 പത്രക്കാർ വരും. മറിച്ച് ഇത് ഞാൻ പറയുന്നത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം ചില്ലറയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്ത് ഏതോ ഒരു PR ഏജൻസി എൻ സുബ്രഹ്മണ്യനെ സ്റ്റാറാക്കിയതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊരു ചുക്കുമില്ല. കാരണം ആ ഒരു PR ഏജൻസി ഇട്ട ഒരു ചൂണ്ടയിൽ CPM-ന്റെ പോലീസ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് പോയി കൊത്തി. ആ കൊത്തല കൊണ്ട് ആർക്കാണ് നാണക്കേട്? പിണറായി വിജയന്റെ പോലീസിനും സംസ്ഥാന സർക്കാരിനും നാണക്കേടാവുന്ന സമയത്ത് ഇവിടെ എൻ സുബ്രഹ്മണ്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയിരിക്കുന്നു. അടുത്ത പ്രാവശ്യത്തെ MLA ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കേരളത്തിന് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പുതിയൊരു അവകാശവാദം കൂടിയായി. ഞാൻ ശബരിമല മോഷണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പിണറായി സർക്കാരിന്റെ പോലീസ് എനിക്കെതിരെ നടപടി സ്വീകരിച്ചു, എന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും കേരള പോലീസ് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ എൻ സുബ്രഹ്മണ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച PR ഏജൻസിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ നിലപാട്.